ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത് കോർഡിനേറ്റ് ജോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ടെക്സ്റ്റുവൽ എക്സസൈസും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസ് ഫോർമുല അതിനോടൊപ്പം കൊളീനിയാരിറ്റിയുടെ കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അതിനോടൊപ്പം പറഞ്ഞ ഒരു കാര്യമാണ് സ്ലോപ്പ്. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്തോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെഷനിലോട്ട് കയറാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുല പോലെ തന്നെ മറ്റൊരു പാറ്റേൺ ആണ് സെക്ഷൻ ഫോർമുല, അതുപോലെ തന്നെ സെൻട്രോയിഡ്. സെക്ഷൻ ഫോർമുല പേരിൽ തന്നെ ഉണ്ട്, എന്താ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റിനെ പി എന്ന് പറയുന്ന പോയിന്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ട് ഈക്വൽ പാർട്ട് അല്ല, കണ്ടാൽ തന്നെ അറിയാം രണ്ടും രണ്ട് ഡിഫറെന്റ് പാർട്ടാണ്. അതുകൊണ്ട് നമുക്ക് അതിന് റേഷ്യോ കൊടുക്കാം, M:N എന്ന് പറയുന്ന റേഷ്യോ കൊടുക്കാം. എന്താണ്, എ ബി എന്ന് പറയുന്ന ലൈനിനെ പി എന്ന് പറയുന്ന പോയിന്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും. ഓക്കെ, ബിഗർ പാർട്ട് ആൻഡ് ദ സ്മോളർ പാർട്ട്. ആ രണ്ട് പാർട്ടും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ M:N ആണ് വരുന്നത്. റേഷ്യോ വരുന്നത് M:N ആണ്. എങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിത് പോയിന്റ് ഒന്നും തന്നിട്ടില്ല. ആകെ നമുക്ക് ചിലപ്പോൾ തരുന്നത് 3:2 റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. ഇതില് ഒരു പെർട്ടിക്കുലർ പോയിന്റ് തന്നു, ബി എന്ന് പറയുന്ന പോയിന്റിന് തന്നു, പി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സെക്ഷൻ ഫോർമുല. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ, ഒരു ഇക്വേഷൻ ഉണ്ട്, പി ഓഫ് എക്സ് വൈ. പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ്. അത് M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N, M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N. നമ്മൾ സാധാരണ രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ വരിക. ഫസ്റ്റ് വൺ ഈ പോയിന്റ് കണ്ടുപിടിക്കാനായിരിക്കും. പോയിന്റ് എക്സ് കോമ വൈ കണ്ടുപിടിക്കാൻ ചോദിക്കും. സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് റേഷ്യോ ചോദിക്കും. ഏതാ, M:N റേഷ്യോ ചോദിക്കും. ഈ പോയിന്റ്, അതായത് ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ എന്താണ്, പോയിന്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. എന്താ, M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N, M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N. റേഷ്യോ കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട്. ഈ M:N എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് K:1 എന്ന് കൊടുക്കും. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. K:1 എന്ന് കൊടുക്കും. എന്നിട്ട് ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, എന്താ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഈ ഇക്വേഷൻ മറക്കരുത്. ഈ ഇക്വേഷൻ ഒന്ന് എല്ലാവരും കൂടെ എന്റെ കൂടെ ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. എന്താണ്, പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു, എന്താണ്, പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N. എന്നോടൊപ്പം പറയണേ, ഇവിടെ രണ്ടിടത്തും വന്നിരിക്കുന്ന എക്സ് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. M:N, M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N. സെയിം പാറ്റേണിൽ y വന്നാലോ, M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N. ഓക്കെ, M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N, M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രം. ഈ ഒരു സംഭവത്തിലേ ഉള്ളൂ. എ ബി എന്ന് പറയുന്ന ലൈനിനെ പി എന്ന് പറയുന്ന പോയിന്റ് M:N റേഷ്യോയിൽ കട്ട് ചെയ്യുമ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N, M:2 പ്ലസ് N:1 ഡിവൈഡഡ് ബൈ M പ്ലസ് N. ഓക്കെ, അടുത്ത നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണെങ്കിൽ, അതായത് നേരത്തെ പോയിന്റിൽ എന്തായിരുന്നു, ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗമായിരുന്നു. ഇത് ഇൻ കേസ് മിഡ് പോയിന്റ് ആണെങ്കിൽ കണ്ടുപിടിക്കുന്ന രീതിയാണ് എന്താണ്, മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ M:N റേഷ്യോ എന്തായി മാറും, 1:1 റേഷ്യോ ആവും അല്ലെ. അപ്പോ M:2 N:1 ഇതെല്ലാം എടുത്താലും ഇതിന്റെ കൂടെ x1ഉം x2ന്റെയും കൂടെ വരുന്ന വാല്യൂ 1 ആയിരിക്കില്ല. 1x1 1x2. ഒന്നും അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്താ, മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2. x തമ്മിൽ ആഡ് ചെയ്യുക, പകുതി എടുക്കുക, y തമ്മിൽ ആഡ് ചെയ്യുക, പകുതി എടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2. നേരത്തെ മറ്റേ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള M:N റേഷ്യോ ഡിഫറെന്റ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു,
mx2 plus nx1 divided by m plus n, my2 plus ny1 divided by m plus n. ഓക്കെ, മിടുക്കന്മാരാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് ഒന്നും കാണാപ്പാടം നമ്മൾ പഠിക്കത്തില്ല. നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക, ഇക്വേഷൻസ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി അങ്ങ് പോകും. അപ്പൊ മിടുക്കന്മാരൊക്കെ എന്ത് ചെയ്യുക, ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്വയമേ നമ്മൾ പഠിച്ചോളും. ഓക്കെ, കാണാപ്പാടം ഒന്നും പഠിക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് എന്താ, ഈ കാണുന്ന പോയിന്റ് എന്താ, മിഡ് പോയിന്റ് ആണ്. ഈ കാണുന്ന പോയിന്റ് എം എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണെങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, x1 plus x2 by 2 y1 plus y2 by 2. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പോയിന്റിലോട്ട് വരാം. സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ സെന്ററിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സർക്കിളിന് സെന്റർ ഉണ്ട് അല്ലേ, സെന്റർ ഓഫ് ദി സർക്കിളിന് സെന്റർ ഉണ്ട്. ആ പോയിന്റ് പറയുന്നത് പോലെ തന്നെ ഈ സെന്ററിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് എയിലേക്കും സിയിലേക്കും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അതാണ് ഈ സെൻട്രോയിഡ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രോയിഡ് വരയ്ക്കുന്നത് മീഡിയൻ വരച്ചിട്ടാണ്. മീഡിയൻ എന്താണെന്നറിയോ, മീഡിയൻ ഇവിടെ പറയുന്നുണ്ട്. സെൻട്രോയിഡിനെ കുറിച്ച് പറയുന്നു. മീഡിയൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന വരയ്ക്ക് പറയുന്ന പേരാണ്. ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള ബി സിയുടെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന പറയുന്ന പേരാണ് എന്ത്, മീഡിയൻ. ഈ കാണുന്ന എ ഡി ആണെങ്കിലും ബി എഫ് ആണെങ്കിലും ഇ സി ആണെല്ലാം ഇതെല്ലാം എന്താണ്, മീഡിയൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 മീഡിയൻസ് വരയ്ക്കാം. ഈ 3 മീഡിയനും കൂടെ കടന്നു പോകുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും. ആ കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സെൻട്രോയിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോ മീഡിയൻസ് എല്ലാം കടന്നു പോകുന്ന ഒരു കോമൺ പോയിന്റ്, ആ പോയിന്റിനെ നമുക്ക് എന്തെന്ന് പറയാം, സെൻട്രോയിഡ് എന്ന് പറയാം. ഇനി സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള, സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി എന്താ, ഈ 3 പോയിന്റും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താ, x1 plus x2 plus x3 by 3, അതുപോലെ y1 plus y2 plus y3 by 3. ഇതാണ് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള എളുപ്പവഴി. അല്ലാതെ വേറൊരു പാറ്റേൺ ഉണ്ട്. സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റ് മീഡിയൻ എന്ന് പറഞ്ഞു, മീഡിയൻ ലൈൻ സെഗ്മെന്റ് വരയ്ക്കുമ്പോഴാണ് സെൻട്രോയിഡ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇനി മീഡിയൻ കട്ട് ചെയ്യുന്ന ഒരു റേഷ്യോ ഉണ്ട്, 2:1. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് 2ഉം 1ഉം. എ ജിയും ഡി ജിയും തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. ഡി എന്ന് പറയുന്നത് എന്താണ്, മിഡ് പോയിന്റ്. അതാ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതാണോ, മിഡ് പോയിന്റ് ആണ്. അതായത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന പേരെന്താണ്, എന്ത് പറഞ്ഞു, മീഡിയൻ എന്ന് പറഞ്ഞു. ഈ 3 ലൈനും എന്താണ്, മീഡിയൻ തന്നെയാണ്. ഈ മീഡിയൻസ് എല്ലാം കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എന്ത്, സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, x1 plus x2 plus x3, ഈ 3 പോയിന്റ് ഉണ്ടല്ലോ, എ ബി ആൻഡ് സി, ഈ 3 പോയിന്റിനും എന്തുണ്ടാവും, എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ വൈ കോർഡിനേറ്റും ഉണ്ടാവും. അപ്പോ എക്സ് കോർഡിനേറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വൈ കോർഡിനേറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലായല്ലോ. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പാറ്റേൺ ആണ് എന്താണ്, 2:1 റേഷ്യോ ഇട്ടിട്ടും ചെയ്യാം. പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു പോവാം. അപ്പൊ ഇത് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, മീഡിയൻസ് എല്ലാം കൂടെ കടന്നു പോകുന്ന ഒരു പോയിന്റ് ആണ് സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 3 പോയിന്റ് ഉണ്ടാവുമല്ലോ, ട്രയാങ്കിളിന് 3 കോർണേഴ്സ് ഉണ്ടാവും. ഈ 3 കോർണേഴ്സിന് 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും, എ ബി സി. ഈ 3 പോയിന്റിന്റെയും എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 3. വൈ എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 3. ഡിവൈഡഡ് ബൈ 3 ആണ്, മറക്കരുത്, ഡിവൈഡഡ് ബൈ 3 ആണ്, 2 അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സസൈസ് 7.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Find the coordinates of the point which divides the line segment joining -1, 7 and 4, -3 in the ratio 2:3. സെക്ഷൻ ഫോർമുലയാണ്, ചെയ്യാം. നമുക്ക് ആദ്യം പോയിന്റുകൾ കൊടുക്കാം. എ -1, 7
ബി 4,-3 റേഷ്യോ m:n എന്ന് കൊടുക്കാം 2:3. ഇത് നമുക്ക് x1 y1 എന്നും ഇത് x2 y2 എന്നും കൊടുക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അറിയണം, x, y. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്താണ് ഒന്ന് പറഞ്ഞേ, എന്നോടൊപ്പം പറഞ്ഞു പോണേ mx2 പ്ലസ് nx1 mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. എന്താണ്? mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. അതുപോലെ തന്നെ my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. എന്താണ്? my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. അപ്പോ ഓരോന്നും ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? m എത്രയാണ്? 2 ആണ്. n എത്രയാണ്? 3 ആണ്. അപ്പൊ ഓരോന്ന് കൊടുത്താലോ? m 2 അല്ലേ? 2 into x2 എത്രയാ? 4. 2 into 4 പ്ലസ് n എത്രയാ? 3. 3 into x1 എത്രയാ? -1 ഡിവൈഡഡ് ബൈ m പ്ലസ് n, ദാറ്റ് ഈസ് 2 പ്ലസ് 3. അതുപോലെ my2 m into m എത്രയാ? 2 into y2 എത്രയാ? ഇറ്റ് ഈസ് -3 പ്ലസ് ny1 n എത്രയാ? 3 into y1 7 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3. സംഭവം കഴിഞ്ഞു. ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ടാൽ ആ പോയിന്റ് കിട്ടി. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിൽ പ്രോബ്ലം വന്നാൽ ഈസി ആയിട്ട് ചെയ്തു പോവാം. എന്ത് ചെയ്താൽ മതി? ആ പോയിന്റ് അങ്ങോട്ട് എടുത്തെഴുതുക, റേഷ്യോ എടുത്തെഴുതുക, ഇക്വേഷൻ എടുത്തെഴുതുക. എന്ത് ചെയ്യുക? ഇത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി അല്ലേ? എങ്ങനെയാ? 2 4s are 8. 2 4s are 8. 3 into -1 -3 divided by 5. 2 into -3 -6 plus എത്രയാ? 7 3s are 21 divided by 5. എന്താ വരാ? 8 - 3 5 divided by 5, 21 - 6 എത്രയാ? 15 divided by 5 എന്താ വരാ? 1,3. അപ്പൊ ആ ലൈനിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്? 1 3 ആണ്. റേഷ്യോ എന്താണ്? 2:3 ആണ്. ഈസിയാണേ? മനസ്സിലായേ? എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി? ഈ കാണുന്ന പോയിന്റുകൾ എഴുതാൻ നോക്കുക. പിന്നെ ഈ ഇക്വേഷൻ ഒന്ന് നൈസായിട്ട് ഓർത്തിരിക്കുക. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ ഇക്വേഷൻ എഴുതി പോയാൽ മതി. കാണാപ്പാടം പഠിക്കേണ്ട. നമ്മുടെ മൈൻഡിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണേ? മനസ്സിലായല്ലോ അല്ലെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Find the coordinates of the points of the trisection. നോട്ട് ചെയ്തോണേ, trisection. Trisect എന്ന് വെച്ചാൽ എന്താ? 3 ഈക്വൽ പാർട്ട് ആക്കുക. ഓക്കെ, trisection of the line segment joining 4 - 1 and -2 - 3. ഓക്കെ, ഇത് ചെയ്തു പോവാം. നമുക്ക് ആദ്യം 4 - 1 ഉം 4, -1 ഉം -2 - 3 എന്ന് പറയുന്ന രണ്ട് പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. എ ബി ഇതിനെ 3 ഈക്വൽ പാർട്ടാക്കുന്നു. 3 ഈക്വൽ പാർട്ടാക്കുമ്പോൾ പിയും ക്യൂ എന്ന് കൊടുത്തു. 3 ഈക്വൽ പാർട്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താ? എ പിയുടെ ലെങ്തും പി ക്യൂവിന്റെ ലെങ്തും ബി ക്യൂവിന്റെ ലെങ്തും എന്താണ്? ഈക്വൽ ആണ്. അതായത് റേഷ്യോ വരുന്നത് എന്താ? 1:1:1. ഓക്കെ, 1:1:1. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പറ്റും? പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അറിയണം, അതുപോലെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റും അറിയണം. നേരത്തെ ക്വസ്റ്റ്യനിൽ ആകെ ഒരൊറ്റ പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? 2 പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്താന്ന് വെച്ചാൽ കമ്പൈൻ ചെയ്യാം.
അതായത് എ പിയും പിക്കും കൂടെ കമ്പൈൻ ചെയ്താൽ ഇതിന്റെ റേഷ്യോ എന്ത് വരും? 2 വരും. 2:1. ഇതിന്റെ റേഷ്യോ 1 അല്ലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം അപ്പൊ എന്ത് കിട്ടും? Q എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് എന്താ? -2, -3 ആണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫൈൻഡിങ് Q കണ്ടുപിടിക്കാനാ പോകുന്നത്. ക്യൂവിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാ പോകുന്നത് കേട്ടോ. Q കണ്ടുപിടിക്കാൻ പോകുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ? -2, -3. ബി എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ് എന്താ? 4, -1. ഓക്കെ, -2, -3യും 4, -1. ഇതിനെ 3 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റിന്റെ കോർഡിനേറ്റ് പിയും ക്യൂവും എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് വരുന്ന റേഷ്യോ m:n. m:n എന്ന് പറയുന്ന റേഷ്യോ എന്താ വരിക? 2:1 ആണ്. എന്താണ്? 2:1. നമുക്ക് ഈ പോയിന്റിനെ x1 y1 എന്നും ഇത് x2 y2. ഇത്രയും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാൻ എളുപ്പം. ആ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂവിന്റെ കോർഡിനേറ്റ് എന്താ വരിക? സെയിം ഇക്വേഷൻ എന്താ? mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. എന്നോടൊപ്പം പറയണേ, എന്താണ്? mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. y കോർഡിനേറ്റ് എന്താ വരിക? സെയിം കാര്യം തന്നെ, my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. എന്താണ്? mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. ഇവിടെ m എത്രയാണ്? m ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ് അല്ലെ? അപ്പോ 2 ഇൻറ്റു x2 എത്രയാ? x2 വരുന്നത് 4 ആണ്. 2 ഇൻറ്റു 4 പ്ലസ് ny1, n എത്രയാ? 1 ആണ്. 1 nx1 ആണ്. 1 ഇൻറ്റു x1 എത്രയാ? -2 ഡിവൈഡഡ് ബൈ m പ്ലസ് n. m പ്ലസ് n എത്ര വരും? 2 പ്ലസ് 1. x കോർഡിനേറ്റ് കിട്ടിയേ. ഇനി y കോർഡിനേറ്റ് ആണെങ്കിലോ? my2, m എത്രയായിരുന്നു? 2 ഇൻറ്റു y2. y2 എത്രയാ? y2 -1 ആണ്. 2 ഇൻറ്റു -1 പ്ലസ് ny1, n എത്രയാണ്? 1 ആണ്. 1 ഇൻറ്റു -3. 1 ഇൻറ്റു -3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. ഓക്കെ, 2 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു -3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. ഇതെന്ത് വരും? ആൻസർ കിട്ടി തുടങ്ങിയേ. 8 -2 8 -2 ഡിവൈഡഡ് ബൈ 3. ഈ -2 എവിടുന്നാ വന്നേ? 2 4s are 8. 1 ഇൻറ്റു -2 -2. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്തെന്താ? 2 ഇൻറ്റു -1 -2. 1 ഇൻറ്റു -3 -3 ഡിവൈഡഡ് ബൈ 3. എന്ത് ചെയ്തു? എന്താ ചെയ്തേ? mx2 nx1 m ന്റെയും n ന്റെയും വാല്യൂ ഇട്ട് കൊടുത്തു. x1 x2ന്റെ വാല്യൂ ഇട്ട് കൊടുത്തു. y1 y2ന്റെയും വാല്യൂ ഇട്ട് കൊടുത്തു. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടും. ഓക്കെ, എന്താ? 8 -2 6 by 3. ഇതെന്ത് വരും? -2 -3 -5 by 3. എത്ര വരും? 6 by 3 2 -5 by 3. എന്താ കിട്ടിയേ? Q എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കിട്ടി. 2 -5 by 3. ഇനിയോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? P എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഇതിലൊരു കാര്യം നോക്കിയാൽ അറിയാം, P എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. എന്തിന്റെ? AQന്റെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചല്ലേ P ന്റെ കോർഡിനേറ്റ്? P is the midpoint of AQ. AQ എന്ന് പറയുന്ന പോയിന്റ് നോക്കുമ്പോൾ P എന്താണ്? മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ?
x1 പ്ലസ് x2 ബൈ 2, എന്നോടൊപ്പം പറഞ്ഞോളൂ, x1 പ്ലസ് x2 ബൈ 2, കോമ y1 പ്ലസ് y2 ബൈ 2. എന്താണ് ചെയ്തത്? x1 പ്ലസ് x2 ബൈ 2, കോമ y1 പ്ലസ് y2 ബൈ 2. എന്ത് ചെയ്തു? x തമ്മിൽ ആഡ് ചെയ്യുക, പകുതി എടുക്കുക, y തമ്മിൽ ആഡ് ചെയ്യുക, പകുതി എടുക്കുക. അപ്പോ q എന്ന് പറയുന്ന പോയിന്റ് അറിയണം, a എന്ന് പറയുന്ന പോയിന്റ് അറിയണം. a എത്രയാ വന്നത്? -2 -3 ആണ്. -2 -3 ആണ്. ഓക്കെ, അപ്പോ ഇത് തമ്മിൽ എന്ത് ചെയ്യാം? x തമ്മിൽ ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കുക, y തമ്മിൽ ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? p എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, ചെയ്തു പോവാം. p എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അറിയാൻ x തമ്മിൽ ആഡ് ചെയ്യാം. 2 പ്ലസ് -2, ഓക്കെ, 2 പ്ലസ് -2 ഡിവൈഡഡ് ബൈ 2, കോമ y തമ്മിൽ ആഡ് ചെയ്താ -5 ബൈ 3 പ്ലസ് -3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 2 പ്ലസ് -2 ഡിവൈഡഡ് ബൈ 2, -5 ബൈ 3 -3 ഡിവൈഡഡ് ബൈ 2. ഇതെന്ത് വരും? 2 പ്ലസ് -2, 2 -2, 0 ബൈ 2, കോമ ഇതെന്ത് വരും? -5 ബൈ 3 -3 ഡിവൈഡഡ് ബൈ 2. മുകളിൽ ഒരു ഫ്രാക്ഷൻ വന്നിരിക്കുന്നില്ലേ, അത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ. -5 ബൈ 3 -3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ. ഇത് നമുക്ക് 3 ബൈ 1 എന്ന് കൊടുക്കാം. 1 into -5 -5, 3 into -3 -9 divided by 3. എന്താ വരിക? -5 -9, that is -14 divided by 3. അല്ലേ? -14 അല്ലേ? ആ അതന്നെ. അപ്പൊ എന്ത് കൊടുക്കാം ഇവിടെ? 0 divided by 2 0, -14 by 3 divided by 2. ഓക്കെ, ക്രോസ് ചെയ്യാം. തീർന്നോ? p എന്ന് പറയുന്ന പോയിന്റ് ഇത്ര ഉള്ളോ? നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ ഒരു ഫ്രാക്ഷൻ കിടപ്പുണ്ട്. മുകളിലുള്ള ഒരു ഫ്രാക്ഷൻ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്ത് ഡിനോമിനേറ്റർ താഴോട്ട് കൊണ്ടുപോവാം. അപ്പോ എന്താ വരിക? p will be equal to 0, -14 divided by 3 into 2. ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? ദാ ഇവിടെ 14 ഉണ്ട്, 2 ഉണ്ട്. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 7 വരും. അപ്പൊ എന്താ? p will be equal to 0, -7 divided by 3. ഓക്കെ, അപ്പോ ആ പോയിന്റിന് ഏതൊക്കെയായിരുന്നു? ആ പോയിന്റ് a എന്ന് പറയുന്ന പോയിന്റ് -2, 3 ആയിരുന്നു. അതിനെ p എന്ന് പറയുന്ന പോയിന്റും q എന്ന് പറയുന്ന പോയിന്റും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ രണ്ട് പോയിന്റുകളാണ്. p യുടെ പോയിന്റ് എന്താ വന്നേ? 0, -7 by 3. ആ q ന്റെ പോയിന്റ് എന്താ വന്നേ? q എന്താ വന്നേ? 2, -5 by 3. 2, -5 by 3. b എന്തായിരുന്നു? b യുടെ കോർഡിനേറ്റ് എന്തായിരുന്നു? 4, -1. 4, -1. അപ്പൊ നമുക്ക് ആവശ്യമുള്ള രണ്ട് പോയിന്റ് കിട്ടിയേ. p എന്താ വന്നത്? 0, -7 by 3. q എന്താ വന്നത്? 2, -5 by 3. ക്ലിയർ ആയേ? കിട്ടുന്ന രീതി മനസ്സിലായേ? അപ്പോ നേരത്തെ ചെയ്ത പോലെ 2:1 എടുത്ത പോലെ 1:2 എടുത്ത സമയം കളയണ്ട. എന്ത് ചെയ്താൽ മതി? p is the mid point of AQ. മിഡ് പോയിന്റ് യൂസ് ചെയ്ത് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദ റേഷ്യോ. ഞാൻ നേരത്തെ പറഞ്ഞു റേഷ്യോ വരുന്ന കാര്യം. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് -3, 10 and 6, -8 is divided by -1, 6. ഓക്കെ, ചെയ്യാം. റേഷ്യോ കണ്ടുപിടിക്കുന്ന കേസിലെല്ലാം റേഷ്യോ എന്തായിട്ട് കൺസിഡർ ചെയ്യും? k:1 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ നമുക്ക് a എന്ന് പറയുന്ന പോയിന്റ് എന്താ? -3, 10 ആണ്. b എന്ന് പറയുന്ന പോയിന്റ് എന്താ? 6, -8 ആണ്. p തന്നിട്ടുണ്ട്. ഇവിടെ ആകെയുള്ളൊരു വ്യത്യാസം ഇതാണ്. നേരത്തെ ക്വസ്റ്റ്യനിലെല്ലാം p കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. ഇവിടെ നേരെ തിരിഞ്ഞു.
പി തന്നിട്ടുണ്ട്, പകരം എന്ത് കണ്ടുപിടിക്കണം? റേഷ്യോ കണ്ടുപിടിക്കണം. നമുക്ക് ആ റേഷ്യോ m:n എന്ന് പറയുന്ന റേഷ്യോ എന്തായിട്ട് എഴുതാം? k:1 ആയിട്ട് എഴുതാം. ഓക്കെ, k:1 ആയിട്ട് എഴുതാം. അപ്പോ പി ഓഫ് എക്സ് കോമ വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. ഞാൻ ഓരോ ഇക്വേഷൻ എഴുതുമ്പോൾ എന്നോടൊപ്പം പറഞ്ഞു പോണേ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യും? മൈൻഡിൽ സ്റ്റോർ ആകും. ഓക്കെ, mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. ഇതിലാണ് എന്താണെന്ന് തന്നിരിക്കുന്നത്? എന്താണ് തന്നിരിക്കുന്നത്? പി എന്ന് പറയുന്ന പോയിന്റ് 6,-1 ആണ് എന്ന് തന്നിരിക്കുന്നത്. എന്താണ്? 6,-1. പി എന്ന് പറയുന്ന പോയിന്റ് എന്ത് തന്നിട്ടുണ്ട്? 6,-1 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന എക്സ് കോർഡിനേറ്റ് ആയിരിക്കില്ലേ ഈ കാണുന്ന 6 എന്ന് പറയുന്നത്? അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് ആയിരിക്കില്ലേ -1 എന്ന് പറയുന്നത്? ഇത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി. എന്താ കണ്ടുപിടിക്കാൻ? റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് എന്തെടുക്കാം? ഫസ്റ്റ് പോയിന്റ് എടുക്കാം. mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n ഈക്വൽ ടു 6. എന്തെന്ന് കൊടുത്തു? 6 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ mx2 nx1 ഇതിന്റെ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുത്ത് നോക്കിയാലോ? m എത്രയാ? k ഇൻറ്റു x2 എത്രയാ? x2 എന്ന് പറയുന്നത് 6 ആണ്. പ്ലസ് n എത്രയാ? 1 ഇൻറ്റു x1 എത്രയാ? -3 ഡിവൈഡഡ് ബൈ m പ്ലസ് n, ദാറ്റ് ഈസ് k പ്ലസ് 1. അതിന്റെ വാല്യൂ എന്താ വരിക? 6 വരും. ഓക്കെ, നമ്മള് ലാസ്റ്റ് സ്റ്റെപ്പിലോട്ടായി. കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ കിട്ടും. 6 ഇൻറ്റു കെ 6k എന്ന് കൊടുക്കാം. പ്ലസ് കാണാൻ പറ്റില്ല. 1 ഇൻറ്റു -3 -3 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഈക്വൽ ടു 6. ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഐസൊലേറ്റ് ചെയ്യണം അല്ലെ? എന്താ വരിക? ഇവിടെ നമുക്ക് mx2 ന്റെ വാല്യൂ k ആണ്. x2 വന്നപ്പോഴത്തേക്ക് 6 ആണ് വന്നത്. 6,-8 അല്ലേ? യെസ്, 6,-1 ആണ് ഈ തന്നിരിക്കുന്ന പോയിന്റും. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 6,-1 അല്ല, -1,6 ആണ്. ഇവിടെ എനിക്ക് വന്നൊരു മിസ്റ്റേക്ക്. -1,6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന പോയിന്റ് എന്താ? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താ വരിക? ഇറ്റ് ഈസ് -1. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. ഇവിടെ വരുന്ന പോയിന്റ് -1,6 ആണ്. അപ്പൊ നോട്ട് ചെയ്തോളൂ. ഇതില ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞല്ലോ. mx2 പ്ലസ് nx1 ഡിവൈഡ് ബൈ m പ്ലസ് n. ഈ കാണുന്ന എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? -1. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നതാണ് -1. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോ എക്സ് കോർഡിനേറ്റ് ഞാൻ എടുത്തെഴുതി എന്നാ? mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന -1,6 k:1. ഓക്കെ, mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n, അതിന്റെ വാല്യൂ -1 എന്ന് കൊടുത്തു. m ന്റെ വാല്യൂ എന്താണ്? k ആണ്. k ഇൻറ്റു 6, x2 യുടെ വാല്യൂ 6 ആണ്. പ്ലസ് nx1 1 ഇൻറ്റു -3 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഈക്വൽ ടു -1. ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ k പ്ലസ് 1 നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിലോട്ട് കൊടുക്കാം. ബാക്കി ഇവിടെ എന്തുണ്ട്? 6k - 3 ഈക്വൽ ടു -1 ഇൻറ്റു k പ്ലസ് 1. എന്താണ്? -1 ഇൻറ്റു k പ്ലസ് 1. ഈ -1 എന്ത് ചെയ്യാം? നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ആയാലോ? എന്താ വരിക? 6k - 3 ഈക്വൽ ടു -1 ഇൻറ്റു k -k. -1 ഇൻറ്റു +1 -1. ഇനി എന്ത് ചെയ്യാം? k എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണേ. k എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? ഈ -k നെ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. ഈ മൈനസ് ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 6k ഉണ്ട്. -k ലെഫ്റ്റ് സൈഡിലോട്ട് ആകുമ്പോൾ എന്താവും? +k എന്നാവും. ഓക്കെ, +k.
മൈനസ് കെ ലെഫ്റ്റ് സൈഡിലൂടെ വന്നപ്പം പ്ലസ് കെ ആയി. ഇനി -3 റൈറ്റ് സൈഡിലൂടെ വന്നപ്പോഴോ ഇവിടെ ഓൾറെഡി എന്തുണ്ട് -1 ഉണ്ട്. -3 റൈറ്റ് സൈഡിലൂടെ ആകുമ്പോ എന്താ +3 ആവും. ഇപ്പൊ എന്തായി 6k + k എത്രയാ 7k. 7k = 3 - 1 2. അപ്പൊ k എത്രയാ 2/7 വരും. കെയുടെ വാല്യൂ എന്ത് കിട്ടി 2/7 വരും. നമ്മൾക്ക് വന്നിരിക്കുന്ന റേഷ്യോ എന്തായിരുന്നു m:n. എന്താ വന്നേ k:1 എന്നാണ്. നമുക്ക് ഈ റേഷ്യോ അല്ലേ കണ്ടുപിടിക്കണ്ടേ. നമുക്ക് എന്താ 2/7:1. റേഷ്യോ സിംപ്ലിഫൈ ചെയ്താലാ റേഷ്യോ എപ്പോഴും എന്തായിരിക്കണം ഒരു സിംപ്ലസ്റ്റ് റേഷ്യോയിലോട്ട് കൊണ്ടുവരണം. എല്ലാത്തിനും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും 2:7 വരും. ഒന്നുമില്ല, ഈ ഫ്രാക്ഷൻ എന്താണോ അതായിരിക്കും നമ്മുടെ റേഷ്യോ. അതായത് p(x, y) എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. a തരും, b തരും, p തരും. റേഷ്യോ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ കണ്ടുപിടിക്കേണ്ട കേസസിലെല്ലാം റേഷ്യോ എന്തായിട്ട് കൺസിഡർ ചെയ്യുക k:1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുവാണെങ്കിലാണ് കുറച്ചുകൂടി എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതില് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. ഒന്നെങ്കിൽ x കോർഡിനേറ്റ് ബേസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ y കോർഡിനേറ്റ് ബേസ് ചെയ്ത് ചെയ്യാം. ഞാൻ ഇവിടെ എന്തെടുത്തു x കോർഡിനേറ്റ് ബേസ് ചെയ്ത് ചെയ്തു. x കോർഡിനേറ്റ് ബേസ് ചെയ്ത് പോകുമ്പോൾ കെയുടെ വാല്യൂ എന്ത് കിട്ടി 2/7 കിട്ടി. 2/7 ആണെങ്കിൽ റേഷ്യോ എന്തായിരിക്കും 2:7 ആയിരിക്കും. 5/8 ആണെങ്കിൽ റേഷ്യോ എന്താ 5:8 ആണ്. റേഷ്യോ ഫ്രാക്ഷൻ എന്താണ് വരുന്നത് അതാണ് നമ്മുടെ റേഷ്യോ. ഓക്കെ, ക്ലിയർ ആണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 1 2 4y x6 and 3 5 are the vertices of the parallelogram taken in order, find the value of x and y. അതിനാദ്യം പാരലലോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്താണ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. പാരലലോഗ്രാമിനെ പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ. ഇവിടെ എ ബിയും സി ഡിയുടെയും ലെങ്ത് ഈക്വൽ ആണ്. എ ഡിയും ബി സിയുടെയും ലെങ്ത് ഈക്വൽ ആണ്. ഇവിടെ നമുക്ക് ഡയഗണൽ എടുത്താലോ, ഈ കാണുന്ന പോയിന്റ് പി എന്ന് കൊടുത്താൽ പി എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആണ്, ബി ഡിയുടെയും മിഡ് പോയിന്റ് ആണ്. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. പാരലലോഗ്രാമിന്റെ ഒരു പ്രത്യേകതയാണ് എന്താ ഡയഗണൽസ് എന്ത് ചെയ്യും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അത് ആദ്യം എഴുതാം. ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം bisect each other. എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് P is the midpoint of ഏതിന്റെയൊക്കെയാ മിഡ് പോയിന്റ് വരിക എ സിയുടെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ഓഫ് എ സി ആൻഡ് ആസ് വെൽ ആസ് ബി ഡി. എ സിയുടെയും മിഡ് പോയിന്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ബി ഡിയുടെയും മിഡ് പോയിന്റ് ആണ് എന്ത് പി. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. കാരണം പി മിഡ് പോയിന്റ് ആണ്, രണ്ട് പോയിന്റിന്റെയും മിഡ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ രണ്ട് ലൈൻ സെഗ്മെന്റിന്റെയും മിഡ് പോയിന്റ് ആണ് പി. അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം മിസ്സിംഗ് ആയിട്ടുള്ള എക്സും വൈയും കണ്ടുപിടിക്കാം. നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിന് നമുക്ക് എ കോമ ബി എന്ന് പേര് കൊടുക്കാം. ചുമ്മാ ഒരു രസത്തിന് ഇഷ്ടമുള്ള നമുക്ക് ഏതെങ്കിലും ലെറ്റർ കൊടുക്കാം. എക്സ് വൈ കൊടുക്കാത്തതിന്റെ മെയിൻ കാര്യം ഓൾറെഡി നമുക്ക് വേണ്ടുന്നുണ്ട് എക്സും വൈയും കണ്ടുപിടിക്കാനുണ്ട്. അത് രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ബോത്ത് എ സി ആൻഡ് ബി ഡി. അപ്പൊ ഈ കാണുന്ന എ എന്ന് പറയുന്ന പോയിന്റ് ഏതൊക്കെ തമ്മിൽ കൂട്ടുന്നതാ x1 + x2/2 അല്ലെ, 3 + 4/2. അതുപോലെ തന്നെ y1 + y2/2, y + 5/2. അപ്പൊ പി മിഡ് പോയിന്റ് ആയ സ്ഥിതിക്ക് എന്ത് കൊടുക്കാം 3 + രണ്ടിന്റെയും മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാലോ. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. എന്താ x1 + x2/2 പിന്നെന്താ
y1 plus y2 by 2. എങ്ങനെയാണ്? x1 plus x2 by 2 y1 plus y2 by 2. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഈ മിഡ് പോയിന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു പോവാം. എങ്ങനെയാണ്? ദാ ഈ കാണുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് എന്ത്? ഈ കാണുന്ന പി എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ അതിന്റെ x1 plus x2 എടുത്താലോ? x plus 1 by 2. ഏതാ? x plus 1 by 2, y 6 plus 2 by 2. അത് എന്തിനോട് ഈക്വലാ? a, b യോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാലോ? ഏതാ? 3 plus 4 by 2, 5 plus y by 2. അതും എന്തിനോട് ഈക്വലാ? a, b എന്ന് പറയുന്ന മിഡ് പോയിന്റിനോട് ഈക്വൽ ആണ്. അങ്ങനാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എടുത്ത് എഴുതാലോ. ഏതൊക്കെയാ? ദാ ഈ രണ്ട് കാര്യങ്ങളും എന്താണ്? ഒരേ പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? അപ്പൊ എന്ത് കൊടുക്കാം? x plus 1 by 2, 6 plus 2 by 2 എത്രയാ? 8 by 2. അത് എന്തിനോട് ഈക്വലാ? 3 plus 4 by 2. 3 plus 4 by 2 എത്രയാ? 7 by 2. 5 plus y by 2. ഈ രണ്ട് കോർഡിനേറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ x plus 1 by 2 എന്തിനോട് ഈക്വൽ ആണ്? x plus 1 by 2 എന്തിനോട് ഈക്വലാ? 7 by 2 ഈക്വൽ ആണ് അല്ലെ? 7ന്റെ പകുതിയോട് ഈക്വൽ ആണ്. ദാ ഡിവൈഡ് ബൈ 2 രണ്ടും കട്ട് ചെയ്യാം. എന്താ പറയാ? x plus 1 equal to 7. x will be equal to എത്രയാ? 6. ദാ എക്സിന്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിലോ ഇത് ബേസ് ചെയ്തിട്ടും ചെയ്ത് നോക്കി. എന്താ വരിക? 5 plus y by 2 എന്തിനോട് ഈക്വലാ? 8 by 2 ഈക്വൽ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 2 ഉള്ള രണ്ടും കട്ടുകളെ. ബാക്കി എന്താ വരിക? 5 plus y equal to 8. അപ്പൊ y എത്ര വരും? 8 minus 5. 8 minus 5 എത്രയാണ്? ഒന്ന് പറഞ്ഞേ. 8 minus 5 എത്രയാ? It is 3. അപ്പോ എക്സിന്റെ വാല്യൂ 6 ആണ്, വൈയുടെ വാല്യൂ 3 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോ എന്താ ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ. എന്താണ്? പി എന്ന് പറയുന്ന പോയിന്റ് എ സിയുടെ മിഡ് പോയിന്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? ബി ഡിയുടെ മിഡ് പോയിന്റ് ആണ്. എന്തുകൊണ്ടാ? എ ബി സി ഡി ഇസ് എ പാരലലോഗ്രാം. ഒരു പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും, ബൈസെക്ട് ചെയ്യും. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നത്, മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ ബേസ് ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ. ഈ എക്സ് പ്ലസ് 1 by 2 6 plus 2 by 2 എന്തിനോട് ഈക്വൽ ആ? a, b യോട് ഈക്വൽ ആണ്. 3 plus 4 by 2 5 plus y by 2 എന്തിനോട് ഈക്വൽ ആണ്? സെയിം പോയിന്റ് a, b യോട് ഈക്വൽ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണ്. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂയും കിട്ടി, വൈയുടെ വാല്യൂയും കിട്ടി. ഓക്കെ ആണേ? ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് A where AB is the diameter of the circle whose center is 2, -3 and B 1, 4. ഓക്കെ. നമുക്ക് ഇത് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു പോവാം. വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ഈ എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയില്ല, എക്സ് കോമ വൈ എന്ന് കൊടുക്കാം. അറിയാത്ത പോയിന്റ് ആണ് എക്സ് കോമ വൈ എന്ന് കൊടുക്കാം. ഓ സെന്റർ ആണ്. സെന്ററിന്റെ കോർഡിനേറ്റ് 2, -3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോ എന്ത് ചെയ്യാം? O is the center of the circle. A എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് കോമ വൈ എന്ന് കൺസിഡർ ചെയ്യാം. B എന്താണ്? 1, 4 എന്ന് കൺസിഡർ ചെയ്യാം. O എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അറിയണം. ദാറ്റ് ഈസ് O എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് 2, -3. A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യാം. O will be the center of the circle. അങ്ങനെയാണെങ്കിൽ സെന്റർ ആണെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്താ? റേഡിയസ് ആണ്. ഇതും എത്ര തന്നെയാണ്?
റേഡിയസ് തന്നെയാണ്. അപ്പൊ O എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. O is the midpoint of AB. ഡയമീറ്റർ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് O. അങ്ങനെ വരുമ്പോൾ നമുക്ക് മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യാം. O എന്ന് പറയുന്ന പോയിന്റ് എന്താ? 2, - 3 എന്തിനോട് ഈക്വൽ ആയിരിക്കും? x1 + x2. അതങ്ങനെ ഇക്വേഷൻ എഴുതി പോവാം. എന്നോടൊപ്പം പറഞ്ഞോളൂ. x1 + x2/2 y1 + y2/2. എന്താണ്? x1 + x2/2 y1 + y2/2. നമുക്ക് എന്ത് ചെയ്യാം? ആ പോയിന്റ് എടുത്ത് എഴുതാം. 2, - 3 അത് എന്തിനോട് ഈക്വൽ ആണ്? x1 + x2 x + 1/2 എന്താണ്? x + 1/2 y1 + y2 y + 4/2 ഈ രണ്ട് പോയിന്റിനോട് ഈക്വൽ ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂവും വൈയുടെ വാല്യൂവും കണ്ടുപിടിക്കാം. എന്താണ് എക്സിന്റെ വാല്യൂ വരിക? x + 1/2 = എന്തിനോട് ഈക്വൽ ആണെന്ന് കൊടുക്കാം. ഇത് എന്തിനോട് ഈക്വലാ? ദാ ഈ കാണുന്ന 2 ഈക്വൽ ആണ്. x + 1/2 will be equal to 2. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. സെയിം പ്രോസസ് നമുക്ക് ഇവിടെയും ചെയ്യാം. എന്താ? y + 4/2 അത് എന്തിനോട് ഈക്വൽ ആണെന്ന് കൊടുക്കാം? -3 ഈക്വൽ ആണെന്ന് കൊടുക്കാം. y + 4/2 = -3. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എന്താ വരിക? ഈ നമുക്ക് എന്ത് ചെയ്യാം? 2 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. എന്താ വരിക? x + 1 2 2s are 4. അപ്പൊ x എത്രയാ വരിക? 4 - 1 x = 3. A എന്ന് പറയുന്ന പോയിന്റിന്റെ ആദ്യത്തെ പോയിന്റ് കിട്ടി. എക്സിന്റെ വാല്യൂ 3 ആണ്. ഇനി ഈ 2 റൈറ്റ് സൈഡിലോട്ട് വന്നാലോ? y + 4 = -6. ഈ 4 അങ്ങോട്ട് അപ്പുറത്തോട്ട് പോയാലോ? y will be equal to -6 - 4 എത്രയാ വരിക? -10. അപ്പോ x എത്രയാണ്? 3 കിട്ടി. y എത്ര വന്നു? -10 കിട്ടി. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ? x, y എന്നല്ലേ ആദ്യം എഴുതിയത്. അത് ഏതായിരിക്കും ആ പോയിന്റ് വരിക? 3, -10 ആണ്. ഓക്കെ, ആൻസർ കിട്ടിയ രീതി മനസ്സിലായോ? O will be the center of the line AB. ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ് സെന്റർ എന്ന് പറയുന്നത്. സോ മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. നമ്മളിത് കുറേയൊക്കെ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത പോയിന്റ് എന്തായിരുന്നു? സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല ഇതോടുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അതിനോടൊപ്പം മിഡ് പോയിന്റ് തിയറം നമ്മൾ പറഞ്ഞു. സെക്ഷൻ ഫോർമുലയുടെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് മിഡ് പോയിന്റിൽ എടുത്തിരിക്കുന്നത്. ആ m1 m:n എന്ന് പറയുന്ന റേഷ്യോ മാറി 1:1 ആയെന്ന് മാത്രം. ഓക്കെ, അപ്പോ സെക്ഷൻ ഫോർമുല പറഞ്ഞു, അതിനോടൊപ്പം മിഡ് പോയിന്റ് പറഞ്ഞു. പിന്നെ ഈ സെക്ഷൻ ഫോർമുലയായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് വരുന്നതെന്ന് പറഞ്ഞു. ഒന്ന് പോയിന്റ് കണ്ടുപിടിക്കാൻ, ദ സെക്കൻഡ് വൺ ഈസ് റേഷ്യോ കണ്ടുപിടിക്കാൻ. റേഷ്യോ കണ്ടുപിടിക്കുന്ന രീതി എന്താ? വളരെ എളുപ്പമാണ്. ഈ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ എന്താ ഈ പോയിന്റ് കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പമാണ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്. റേഷ്യോ k:1 എന്ന റേഷ്യോ ഇട്ട് കൊടുക്കുക. അതിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ കെയുടെ വാല്യൂ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി എ ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷൻ എന്ത് ചെയ്യുക? അത് റേഷ്യോ ആക്കി എഴുതുക. ഓക്കെ, ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ x കോർഡിനേറ്റ് അല്ലെങ്കിൽ y കോർഡിനേറ്റ്. ഇതിൽ ഏതിൽ ചെയ്താലും സെയിം റേഷ്യോ തന്നെ കിട്ടുള്ളൂ. ഗോട്ട് ഇറ്റ്? സോ പ്രാക്ടീസ് വെൽ till next class. Bye bye.